അള്ളാഹുവിൻ്റെ ഖദറില്ലാതെ ഒരു കണ്ണേറും ഇവിടെ സംഭവിക്കുകയില്ല. ആ കണ്ണേറിന് എന്തെങ്കിലും ഇവിടെ ഗുണങ്ങളോ ദോഷങ്ങളോ ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. ഒരിക്കലും കണ്ണേറ് ഖദറിനെ വിട്ടുകിടക്കുകയില്ല. കണ്ണേറും അള്ളാഹുവിൻ്റെ തീരുമാനത്തിലൂടെ തന്നെയാണ് സംഭവിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വാഗതം സുഹൃത്തുക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് കണ്ണേറ് യാഥാർത്ഥ്യമാണ്. കണ്ണേറിലൂടെ ആരോഗ്യത്തിലും സമ്പത്തിലും അതുപോലെ അവരുടെ കുടുംബത്തിലും സന്താനത്തിലും ഒക്കെ ബാധിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കണ്ണേറുമായി ബന്ധപ്പെട്ട് കണ്ണേറ് യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന വിഷയങ്ങൾ വളരെ വിശദമായി നമ്മൾ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് കണ്ണേറ് മറ്റൊരാളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ടുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഖദറിന്, അള്ളാഹുവിൻ്റെ മുൻവിധിക്ക് എതിരാവുകയില്ലേ? സാധാരണ മുസ്ലിമീങ്ങളുടെ അഖീദ ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനത്തിലൂടെ അവൻ്റെ ഖദർ ഖലായിലൂടെയാണ് നടക്കുന്നത് എന്ന്. എങ്കിൽ ഇത് അതിന് വിരുദ്ധമാവൂലേ? പ്രത്യേകിച്ച് യുക്തിവാദികൾ, ചിന്തകർ, സാധാരണ മുസ്ലിമുകളിലെ സാധാരണ ജനങ്ങൾക്കും ഇത്തരം സംശയങ്ങൾ ഉണ്ടാകാം. ഇപ്പം ഇവിടെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഒരിക്കലും കണ്ണേറ് അള്ളാഹുവിൻ്റെ വിധിക്ക് എതിരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കണ്ണേറ് യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിൻ്റെ ഖദറിനെ വിട്ടുകിടക്കുന്ന ഒന്നുണ്ടാകുമായിരുന്നുവെങ്കിൽ അത് കണ്ണേറാകുമായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു തന്നത്, ഒരിക്കലും കണ്ണേറ് ഖദറിനെ വിട്ടുകിടക്കുകയില്ല. കണ്ണേറും അള്ളാഹുവിൻ്റെ തീരുമാനത്തിലൂടെ തന്നെയാണ് സംഭവിക്കുക. പക്ഷേ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കണ്ണേറിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വളരെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കണ്ണേറ് അത് ഖദറിന് വിരുദ്ധമല്ല. കണ്ണേറിലൂടെ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഭൗതികമായ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുകയാണെങ്കിലും അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ചില കിതാബുകളിൽ ഈ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുമുണ്ട്. ഒരാൾ വിഷം കുടിച്ചു. വിഷം കുടിച്ചപ്പോൾ അദ്ദേഹം മരണപ്പെടാനുള്ള ഒരു ഭൗതികമായ ഒരു കാരണമാണ് വിഷം കഴിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ സംഭവം, ഈ സിറ്റുവേഷൻ ഒരിക്കലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിനെതിരല്ല. അങ്ങനെയാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നത്. വിഷം കഴിച്ചാൽ മരിക്കണം എന്ന് അള്ളാഹുവിൻ്റെ തീരുമാനം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഐന്, കണ്ണേറിലൂടെ എന്തെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഖദറിലൂടെയാണ്, ഖലായിലൂടെയാണ്, അള്ളാഹു നിശ്ചയിച്ചതാണ്. അപ്പം നമ്മൾ എല്ലാം ഇവിടെ അള്ളാഹിൻ്റെ ഖദർ കൊണ്ട് സംഭവിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ കണ്ണേറിനെ പേടിക്കണ്ട എന്നല്ല, അതുമല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിൽ നേരത്തെ പറഞ്ഞില്ലേ, വിഷം കഴിച്ചാൽ മരണപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ, അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം വിഷം നമുക്ക് കഴിക്കുന്നതിന് തെറ്റില്ല, അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നല്ലല്ലോ. നമ്മൾ അതിനെ സൂക്ഷിക്കണമല്ലോ, അത് കഴിക്കാൻ പാടില്ല എന്ന തീരുമാനമുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ തഹത്തിൽ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഖദറില്ലാതെ ഒരു കണ്ണേറും ഇവിടെ സംഭവിക്കുകയില്ല. ആ കണ്ണേറിന് എന്തെങ്കിലും ഇവിടെ ഗുണങ്ങളോ ദോഷങ്ങളോ ഉണ്ടാക്കാൻ കഴിയുകയുമില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിലും അവിടെ കണ്ണേറ് സംഭവിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. ആ കണ്ണേറ് സംഭവിക്കും, അതും അള്ളാഹുവിൻ്റെ ഖദറിലൂടെയാണ്. ഒരാൾ അസൂയയിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരാളിൽ കാണുന്ന അത്ഭുതത്തെ ഒരത്ഭുതത്തോടെയോ കാണുമ്പോൾ
അദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോൾ ഭൗതികമായ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു എനർജി, ഒരു സ്പിരിച്വൽ എനർജി അത് മറ്റൊരാളിലേക്ക് ബാധിക്കുകയും മറ്റൊരാളിലേക്ക് പോവുകയും ദോഷമുണ്ടാവുകയും ആണ് ചെയ്യുന്നത് ഇതിലൂടെ എന്നാണ് ഇതിൻ്റെ ചുരുക്ക വിവരണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് കണ്ണേർ ഒരിക്കലും ഖദറിനെതിരല്ല, വിരുദ്ധമല്ല. അതും അള്ളാഹുവിൻ്റെ ഖദർ ഖലാഹ് കൊണ്ട് തന്നെ നടക്കുന്നത്. ആ നിലക്ക് തന്നെ നമ്മൾ വിശ്വസിക്കണം. അതാണ് നമ്മുടെ അഖീദ. പക്ഷേ കണ്ണേർ ഒരു മനുഷ്യനിൽ ബാധിക്കും, മനുഷ്യൻ ഏൽക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനെ മറ്റൊരു രീതിയിൽ ഞാൻ പറയാം. ഇരയുടെ ശരീരം ആത്മീയമായി ദുർബലമാണെങ്കിൽ, ആത്മീയമായി ദുർബലം എന്ന് പറയുന്നത് നമ്മളെ സ്പിരിച്വൽ ലീഡേഴ്സ്, സ്പെഷ്യലി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഈ കണ്ണേർ ഏൽക്കാതിരിക്കാൻ വേണ്ടി ചില പ്രതിവിധികൾ, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ചില സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ആത്മീയമായുള്ള പ്രതിരോധ സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധത്തിനുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിൽ രാവിലെ ഇന്നാലിന്ന ദിക്ർ ചൊല്ലിയാൽ കണ്ണേർ ഏൽക്കില്ല, വൈകുന്നേരം ചൊല്ലിയാൽ കണ്ണേർ ഏൽക്കില്ല എന്നൊക്കെ നമ്മളെ കിതാബുകളിൽ നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മതഗ്രന്ഥങ്ങളിൽ അതുണ്ട്. ചില കാര്യങ്ങൾ വുളു ചെയ്തു കഴിഞ്ഞാൽ ആത്മീയമായി നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് പലപ്പോഴും ഇത് ബാധിക്കാതിരിക്കും. അതാണ് പറഞ്ഞത്, ആത്മീയമായി ദുർബലനാണെങ്കിൽ ഈ അമ്പ്, അതായത് ഒരാൾ മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുന്ന അമ്പ്, അതായത് ഐന്, കണ്ണേർ, ഈ അമ്പ് കൃത്യമായി ശരീരത്തിൽ തറക്കുകയും കോശങ്ങളുടെ സെല്ലുകൾ സ്വാഭാവിക പ്രവർത്തനത്തെ തകിടം മറിക്കുകയും ചെയ്യും. ഇത് കേവലം ഒരു സങ്കല്പമല്ല, ഇതാണ് ഇതിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്. അള്ളാഹുവിൻ്റെ ഖലാ ഖദറിലൂടെ നടക്കുന്ന ഒരു പ്രോസസ്സ്. ഇതൊരു കേവല സങ്കല്പമല്ല. ശാസ്ത്രമായി എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? ഉദാഹരണത്തിൽ ഈവിൾ ഐ എന്ന് ഭൗതികർ ഇതിനെ വിളിക്കുന്നു. ഇവിടെ എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്ന പഠനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എനർജി ട്രാൻസ്ഫർ. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഈസി വേ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ അസൂയയിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരാൾ കാണുന്ന അത്ഭുതത്തെ അത് ഇദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയമായ എനർജിയിലൂടെ മറ്റൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ സമ്പത്തിലോ മറ്റോ നടക്കുന്ന ചില പ്രോസസ്സ്, ഇതിനെയാണ് ചുരുക്കി പറഞ്ഞാൽ കണ്ണേർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ണേർ ഒരിക്കലും ഖദറിന് എതിരല്ല, അള്ളാഹുവിൻ്റെ വിധി നടക്കാനുള്ള ഒരു ആത്മീയമായ കാരണം മാത്രമാണ് ഇത്. ഇതിലൂടെ നടക്കുന്ന എന്ത് ബുദ്ധിമുട്ടുകളും അള്ളാഹുവിൻ്റെ തീരുമാനമല്ലാതെ ആ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല എന്നും കൂടി നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മളൊരാളെ അത്ഭുതത്തിൽ നോക്കിപ്പോകുന്നു. ചില ആളുകളിൽ ചില നല്ല വിഷയങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി പോകുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു പേടി ഉണ്ടാവില്ലേ? നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെ കണ്ണേർ അദ്ദേഹത്തിന് തട്ടിപ്പോകുമോ? അതിനും ഇസ്ലാം നമുക്ക് വളരെ നല്ല നിർദ്ദേശങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഒരാളിൽ അത്ഭുതം കാണുമ്പോൾ അദ്ദേഹത്തിന് അതിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക. മാഷാ അല്ലാ, തബാറക്കല്ലാ, മാഷാ അല്ലാ, ലാ ഖുവത ഇല്ലാ ബില്ലാ എന്നിങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലുക. അദ്ദേഹത്തിന് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കണ്ണേർ മറ്റൊരാൾക്ക് ഏൽക്കുകയില്ല. നമ്മളിത് മറ്റൊരാൾക്ക് ഏൽക്കുമോ എന്ന് ഭയന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക. മാഷാ അല്ലാ, ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ദിക്റും ചൊല്ലുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ എപ്പിസോഡിൽ നമ്മൾ വളരെ പ്രധാനമായ 2 കാര്യം നമ്മൾ പഠിച്ചു. ഒന്ന്, പ്രധാനമായും കണ്ണേറിലൂടെ വരുന്ന ദോഷം, ബുദ്ധിമുട്ട്, അത് അള്ളാഹുവിൻ്റെ ഖലാഇനെതിരല്ല, അതും അള്ളാഹുവിൻ്റെ ഖലാ തന്നെയാണ്. ഇനി ഒരാൾ നമുക്ക് കണ്ണേർ വെക്കുകയാണെങ്കിൽ, അതായത് അസൂയയോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അത്ഭുതത്തോടെ നോക്കുകയാണെങ്കിൽ, ആത്മീയമായ ഇമ്മ്യൂണിറ്റി നമ്മൾ നേടുകയാണെങ്കിൽ, അതായത് പണ്ഡിതന്മാർ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നിർദ്ദേശിച്ച ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആത്മീയമായി വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ
അദ്ദേഹത്തിൻ്റെ ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ബാധിക്കുകയില്ല, കണ്ണീര് നമ്മളെ ബാധിക്കുകയില്ല. അത് നമ്മളിൽ നിന്ന് അത് ഒരു കാവലാകും, നമ്മുടെ ആത്മീയ വഴികൾ കാവലായി നിൽക്കും എന്ന കാര്യം കൂടി നമ്മൾ ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കി. സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ണീരുമായി ബന്ധപ്പെട്ട സീരീസ് ഇവിടെ അവസാനിച്ചിട്ടില്ല, ഇനിയും തുടരുകയാണ്. അടുത്ത ടോപ്പിക് വളരെ കൗതുകമാണ്. അതായത് കണ്ണീർ അതുപോലെ അസൂയ, ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളെ കുട്ടികൾക്ക് നമ്മുടെ കണ്ണീർ തട്ടുമോ? സ്വാഭാവികമായി ഇപ്പോൾ ആരെങ്കിലും നമുക്ക് പറ്റാത്ത ആളുകൾ, നമ്മളോട് പക സൂക്ഷിക്കുന്ന ആളുകൾ ഈ നിലക്ക് അസൂയയോട് നോക്കുകയാണ്, അവരുടെ കണ്ണീര് തട്ടുക എന്നതാണല്ലോ പലപ്പോഴും നമ്മുടെ ധാരണ. ഇനി നമ്മളെ സ്വന്തം കുട്ടികൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മളെ സ്നേഹിതന്മാർക്ക് നമ്മുടെ കണ്ണീര് തട്ടുമോ എന്ന എല്ലാ വിഷയം ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് നിങ്ങൾ നന്മ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് കേൾക്കാനും മനസ്സിലാക്കാനും സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.